അട്ടപ്പാടിയിലെ ഭൂമി പ്രശ്നം കൂടുതൽ ചർച്ചയാവുന്നു. ആദിവാസി ക്ഷേമ സംഘടനകൾ കൂടുതൽ സജീവമായി രംഗത്തിറങ്ങിയതോടെ സർക്കാർ സംവിധാനം ഉണർന്നു. കഴിഞ്ഞ ദിവസം ഭൂമി സംബന്ധിച്ച വിഷയങ്ങൾ പഠിക്കാൻ ലാൻഡ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി MG രാജമാണിക്യം എത്തിയത് സർക്കാർ പ്രശ്നത്തിൽ ഊർജിതമായി ഇടപെടുന്നതിന്റെ സൂചനയായി. CPI പ്രാദേശിക നേതൃത്വം തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സജീവമായതാണ് റവന്യൂ വകുപ്പ് ഉണരാൻ കാരണമായിരിക്കുന്നത്. 250 ഏക്കർ ഭൂമി കേസെടുക്കാതെ എങ്ങനെയാ ട്രസ്റ്റ് അല്ലേ? ട്രസ്റ്റ് ആയാലും വാങ്ങിക്കാൻ പറ്റില്ല. അതെ, അപ്പൊ ഉണ്ടല്ലോ, നമുക്ക് എടുത്താൽ അറിയില്ലേ. ഈ നമ്പറിലുള്ള എല്ലാം എടുക്കുക, ഒറ്റ പേരായാൽ എടുത്ത് മാറ്റിയാൽ മതി. ഇതാണ് ഗോഞ്ചേരി ഹാമിൽട്ടന് FRC ക്ലെയിംസ് ഡിക്ലെയർ ചെയ്ത ഏരിയ ടൈപ്പ് ഫിക്സ് ചെയ്താണ്. പല ഭാഗങ്ങൾ പോലെ അങ്ങനെ ഇരിക്കുന്ന ഭൂമിക്ക് എങ്ങനെ സാർ NOC ഇഷ്യൂ ചെയ്യും? ഇതിപ്പോ ജെൻഡ അപ്പുറത്തെ ട്രൈബൽ കോളനി ഒന്നിലെ അത് ഫോറസ്റ്റ് ഇല്ലെങ്കിൽ ഇത് ഫോറസ്റ്റ്, ഏതോ ഒന്ന് ഫോറസ്റ്റ് ആണോ சார்? அதுதான் 6 சார். அந்த பக்கம் இது தெரியல சார். அந்த இதுதான் 6. இதுக்கு இந்த பக்கம் நம்மளாண்டுன்னு இவங்க சொல்றாங்க ஃபாரஸ்ட் டிபார்ட்மெண்ட், அதுக்கு அந்த பக்கம் தமிழ்நாடு. ஓகே சார், பட் இந்த ஜெண்டா வந்து ஃப்ளோட் பண்ணது ஃபாரஸ்ட் டிபார்ட்மெண்ட். டெக்னிக்கல் இஷ்யூன்னு சொல்றாங்க. அப்போ எப்படி NOC இஷ்யூ பண்ணாங்க? അതാകുമ്പോൾ തന്നെ മറ്റതെല്ലാം സാർ ഇത് വളരെ ഈ ലാൻഡ് നോട്ട് യൂസ് ഫോർ ദ അഗ്രികൾച്ചർ പർപ്പസ് സാർ. ബട്ട് ദ ഡോക്യുമെന്റ് പ്രീവിയസ് ഡോക്യുമെന്റ് ദിസ് ലാൻഡ് ട്രാൻസ്ഫർ ടു വേലം മൂപ്പൻ ദാറ്റ് പേഴ്സൺ ഈസ് ആദിവാസി സാർ. ആദിവാസി. സോ 75 നിയമപ്രകാരം ഇവർക്കെതിരെ റീസെൻ്റായിട്ട് ഉത്തരവിടാൻ ഒരു കാരണമുള്ളൂ, 60-ന് മുന്നേ കൈമാറ്റം ചെയ്തു. പക്ഷേ എന്തുകൊണ്ട് സാർ അതിൻ്റെ 60-ന് മുന്നേ 57 ഒരു ഭൂമി വിൽക്കാൻ പറ്റാത്ത ഏരിയയിൽ എങ്ങനെ രജിസ്റ്റേർഡ് ഡോക്യുമെൻ്റ് ഒരു വാലിഡ് ഡോക്യുമെൻ്റ് ആക്കിയിട്ട് കൺസേൺ അതോറിറ്റി പരിഗണിച്ചു? അട്ടപ്പാടി സിവിൽ സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം വട്ടലക്കി ഫാമിംഗ് സൊസൈറ്റിയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി MG രാജമാണിക്യം പരാതിക്കാരെ കണ്ട പരാതികൾ കേട്ടു. തുടർന്ന് വെച്ചപതി, വെള്ളകുളം, മൂലകങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലെ വിവാദ ഭൂമി സന്ദർശിക്കുകയും ഊരുകൾ സന്ദർശിക്കുകയും ചെയ്തു. അട്ടപ്പാടിയിൽ നിരവധി ഭൂമി പ്രശ്നങ്ങളുള്ളതായും രേഖകളുള്ളവർക്ക് സ്ഥലമില്ലാതെയും സ്ഥലമുള്ളവർക്ക് രേഖകളില്ലാത്ത അവസ്ഥയടക്കമുണ്ടെന്നും അവകാശപ്പെട്ടവർക്ക് ഭൂമി ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്നും രാജമാണിക്യം അറിയിച്ചു. ഇവിടെ റീസർവേ കല്ലമല പൊളിച്ചിട്ടുള്ള ഒരു സ്ഥലത്തും റീസർവേ നടത്തുന്നില്ല. അപ്പൊ ഇത്രയും ഒരു കോംപ്ലക്സ് ആയ ഒരു സ്ഥലമാണ് അട്ടപ്പാടി. പക്ഷെ അതേ സമയത്ത് പരിഹാരം കാണാനുള്ളതാണ് സർക്കാരുടെ നയം, സർക്കാരുടെ ആഗ്രഹം. അപ്പോൾ അതൊരു അടിസ്ഥാനത്തിലാണ് കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പോർട്ടൽ അയച്ചിട്ടുണ്ട്, ഇന്ന് മന്ത്രി മണ്ണാർക്കാട് സന്ദർശിച്ചിട്ടുണ്ട്. അതൊരു അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ കഴിക്കാം എന്നാണ് വന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് വന്ന് നിങ്ങളുടെ സ്ഥലം പറഞ്ഞ് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് വേറെ ജീവിക്കുമായിരിക്കും. അപ്പൊ ഇതെല്ലാം കോംപ്ലക്സ് ആയ വിഷയം തുടങ്ങണമെങ്കിൽ നമുക്ക് ആധികാരികമായിട്ട് ഒരു രേഖ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ രേഖ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ടാണ് അവർ തീരുമാനിച്ചത്, നമ്മൾ പറഞ്ഞതുപോലെ എന്തായാലും നമ്മൾ വേഗം എത്താവുന്നത് ഒരു ANB രജിസ്റ്റർ ഉണ്ട്. കാരണം ലെവലിനും കുറഞ്ഞേ ഒരു ANB രജിസ്റ്റർ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ 67 ഫൈനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പക്ഷേ പബ്ലിഷ് ചെയ്യപ്പെടാത്ത സ്ട്രക്ചർ ഉണ്ട്. 80 മറ്റു രജിസ്റ്റർ ഉണ്ട്. ഈ ഇടയ്ക്ക് TLA കേസ് ഫയൽ ചെയ്ത് ഉണ്ടായപ്പോൾ TLA കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, കുറേ ഇത് ചെയ്തിട്ടുണ്ട്. ആ കേസുകളുണ്ട്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ അടുത്തുള്ള ആധികാരികമായിട്ടുള്ള രേഖ. പുതിയ ജില്ലാ കളക്ടർ മാധവിക്കുട്ടിയും ആദിവാസി പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുമെന്ന് അറിയിച്ചിരുന്നു. അടിയന്തരമായി അട്ടപ്പാടിയിലെ 6 വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും 8 മാസത്തിനുള്ളിൽ അട്ടപ്പാടിയിലെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നും അദ്ദേഹം അറിയിച്ചു. വളരെ പ്രധാനമായ ഒരു കാര്യം തീരുമാനിച്ചത് ഇവിടത്തുള്ള എല്ലാ മേഖലകളും ആദ്യം ഡിജിറ്റൈസ് ചെയ്യാം. ഉള്ളതുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് ഡിജിറ്റൈസ് ചെയ്യുക. ഫോറസ്റ്റ് റെക്കോർഡുണ്ട്, ആ റെക്കോർഡുകൾ ഡിജിറ്റൈസ് ചെയ്ത് നമ്മൾ അത് ഇൻക്ലൂഡിങ് നമുക്ക് പട്ടയം അപേക്ഷിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കൈവശം പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു സെപ്പറേറ്റ്. ഇപ്പോൾ ഈ എൻ്റെ ഭൂമി പറയുന്ന പോർട്ടൽ രജിസ്റ്റർ ചെയ്തെടുത്താൽ നമ്മൾ കൈകളുടെ രേഖയിൽ അഭ്യസിക്കുന്നത് നഷ്ടപ്പെടുന്നത്. ഞാൻ അവരോട് സൂചിപ്പിച്ചു 95 ഫയലുണ്ടായ റെക്കോർഡെല്ലാം പോയിരുന്നു. ആ കാര്യം പുതിയ കാര്യമാണ്. അപ്പോൾ ഡിജിറ്റൈസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ രേഖകൾ ഈ സർവേയും ഇതിൽ കൃത്യമായിട്ട് ഈ സർവേ പറയുമ്പോൾ വില്ലേജിലുള്ള ഓരോ താമസക്കാരനും കൈവശമുണ്ടോ ഇല്ലയോ, കൈവശമുള്ളവരാണ് പോയി സർവേ ചെയ്യുമ്പോൾ നോക്കേണ്ടത്. ഇല്ലാതെ TLA കേസിന് സെപ്പറേറ്റ് ആയിട്ട് 90 കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. ഓരോ ആളെയും അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ശാസ്ത്രമായിട്ടുള്ള സർവേ ആയിരിക്കുന്നത്.
ജോയിന്റ് കമ്മീഷണർ കെ മീര, ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ്, അസിസ്റ്റന്റ് കളക്ടർ രവി മീണ, സൈലന്റ് വാലി വൈൽഡ് ലൈഫ് വാർഡൻ അരുൾ സെൽവൻ, അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് തഹസിൽദാർ ഷാനവാസ് ഖാൻ, ഓൾ ഇന്ത്യ ക്രാന്തികരി കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ, ടി ആർ ചന്ദ്രൻ, പി വി സുരേഷ് തുടങ്ങിയവർ സന്ദർശനത്തിലുണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.